നമ്മൾ അവിടെ പോവാ. അതൊക്കെ ഉണ്ട്, നീ വാ പറയാം. ദേ നിന്റെ കൂടെ പഠിക്കുന്ന ഏഞ്ചല് വരുന്നു. ഓ അടുത്ത കുരിശ്. ഹായ് ഏയ്മൽ, നീ കമ്പൈൻ സ്റ്റഡിക്ക് വരുന്നില്ലേടി? ഇല്ലേടി, വീട്ടിൽ ചെന്നിട്ട് 3-4 അസൈൻമെന്റ് തീർക്കാനുണ്ട്. നീ ഇങ്ങനെ യൂട്യൂബും കണ്ടു നടന്നോ? പരീക്ഷയുടെ മാർക്ക് വരുമ്പോ മുട്ട കിട്ടും. അവളുടെ ഒരു നടത്തവും പഠിത്തവും അനിത്യപ്രാവിലെ ശാലിനിയാണെന്ന വിചാരം. എന്തൊരു കുശം പടി നിനക്ക്. നീയോ പഠിക്കത്തില്ല, പഠിക്കുന്നവരെ കൊണ്ട് പഠിപ്പിക്കത്തുമില്ല. നിനക്ക് 3-4 അസൈൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ അറിയാത്ത എന്ത് അസൈൻമെന്റ് ആണ് നിനക്കുള്ളത്? ഒന്ന് ദേ ഇത് മിനിഞ്ഞാന്ന് തൊട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ നോക്കുക. ഇന്ന് വേണം ഇതൊന്ന് ചെയ്ത് തീർക്കാൻ. ഈ കിണ്ടർജോയാണ് അതിന്റെ അസൈൻമെന്റ്. ഇത് മാത്രമല്ല, ചക്കക്കുരു ഹാർപ്പിക്ക് മുക്കി വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചെന്നിട്ട് വേണം അത് കുഴിച്ചിടാൻ. ഇത് വളർന്ന് ആപ്പിൾ മരം ഉണ്ട്, അപ്പൊ നമുക്ക് ഒത്തിരി ആപ്പിൾ തിന്നാം. ഇത് നീ യൂട്യൂബിൽ കണ്ടേ ആയിരിക്കും. ഇടി മണ്ടി, ചക്കക്കുരു ആർപ്പിക്ക് മുക്കി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആപ്പിൾ മരം ഉണ്ടാവും നീ അങ്ങ് വിശ്വസിച്ച? ആപ്പിൾ അല്ല, ഓറഞ്ച് ആടി ഉണ്ടാകുന്നത്. ഞാനും ആ വീഡിയോ ഉണ്ടാ. പിന്നെ ദിവസവും കൊക്കക്കോള ഒഴിച്ചും കൊടുക്കണം. ഓഹോ, എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് ആപ്പിൾ ഓറഞ്ചൊക്കെ തിന്നാലോ. അല്ല, നമ്മളപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? തെറ്റാലിയില്ലേ, തെറ്റാലിയുടെ വൈ പോലത്തെ കമ്പ് കിട്ടോ നോക്കാൻ വന്നേടി. തെറ്റാലി? അതെന്തിനാ? എടി നമുക്ക് കാക്കേനൊക്കെ ഇങ്ങനെ അടിച്ചിടാലോ. എടി അതിന് വലിയ റബ്ബർ ബാൻഡ് ഒക്കെ വേണ്ടേ? അതിനല്ലേ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എടി ഇതേ ഇന്നലെ അമ്മ മേടിച്ച പുതിയ കുക്കറിന്റെ സാധനമാടി. എന്റെ ദൈവമേ, പിടിച്ചേ. ഞാൻ പോവാ, നീ വല്ല ബസ്സും കയറി എങ്ങോട്ടേലും പൊക്കോ. ഇന്ന അമ്മ തല്ലിക്കിടുന്നാണ് എനിക്ക് വയ്യ. എടി ബക്കി ചീറ്റിനെ കുറിച്ച് എന്താടി അഭിപ്രായം?